ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്താണ് പരിപാടി? സൺഡേ ആയിട്ട് ഈ ചെടികളെല്ലാം കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ കഷ്ടപ്പെട്ട് നട്ടു വെച്ചതെന്ന്. അതല്ല, ഇത് 1-2 ചെടികളൊക്കെ നമ്മൾ ഇവിടെ അടുത്തൊരു മാർക്കറ്റുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. ബാക്കിയെല്ലാം എൻ്റെ അമ്മ വന്നിപ്പോൾ വെച്ച് പിടിപ്പിച്ച ചെടികളാണ് മോനി. അപ്പോൾ നമുക്കിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കാണാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കുക്കർ മുട്ടക്കറിയാണ്. എന്താണെന്ന് നമുക്കറിയില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ്. ജസ്റ്റ് രാവിലെ മടിയായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും തിന്നണമല്ലോ, അതുകൊണ്ട് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, ഇത് കഴിഞ്ഞിട്ട് സവാള, കൂടുതൽ മറ്റേ ഏതൊരു ആംഗ്ലി സോഫ സോൾട്ട് പൊട്ടി ഒന്നും പറയാനില്ലല്ലോ. എന്ത് പറയാ, വയറ്റിക്കൊണ്ടിരിക്കുന്നവർക്ക് എന്ത് പറയാ, വയറ്റുക ബ്രൗൺ ആകുന്നവരെ വയറ്റുക. ഇത് എപ്പോഴാ പൊടി ഇടുന്നത്? ബ്രൗൺ ആകണവരൊന്നും വഴറ്റണ്ട, പിന്നെ കുക്കർ ചെയ്തോളും. ഓക്കെ, അപ്പൊ പൊടി ഒന്ന് വഴറ്റിയിട്ട് പൊടി ഇട്ട് പൊടി എണ്ണ കാണിക്കണം. കറക്റ്റല്ലേ? കറക്റ്റല്ലേ? നിങ്ങൾ വഴറ്റാണ് കൂടുതലാക്കില്ല. എല്ലാ പൊടി എടുത്ത് സമയത്ത്. അതെ, നിങ്ങൾക്ക് ഇങ്ങനെ അളവൊന്നുമില്ല. ഇളവൊന്നും ഇല്ലേ? കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാ മതി, അളവൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞാല്. പിന്നെ എന്ത് അവിടെ ഇല്ലേ? ഇതെന്താ കശ്മീരി ഉള്ളു. മറ്റേ തീർന്നാ? മറ്റേ തീർന്നു. ആ, ഇരിക്കാം. ഒട്ടും ഇല്ലേ? കർത്താവേ, മുളക് പൊടി ഇല്ലാത്ത മുളക് പൊടി. മറ്റേ കശ്മീരി ഉണ്ടല്ലോ, പച്ചമുളകല്ലല്ലോ, പച്ചമുളകാണല്ലോ. ഉപ്പിന്റെ എത്ര വരും ഉപ്പിലിട്ടത്? ഇച്ചിരി മസാല. എന്നാ പിന്നെ കാശ്മീരി കുറച്ച് കൂടുതലിടാത്ത ഉണ്ടായിരുന്നു. ഇട്ടുണ്ട്. ഇച്ചിരി മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇട്. പിന്നെ മസാലപ്പൊടി. മസാലപ്പൊടി ഓൾറെഡി ഇട്ടു. ചിക്കൻ മസാല ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. ചിക്കൻ മസാല ഇച്ചിരി ഇടാം. കോഴിയുടെ ആണല്ലോ മുട്ട, അതുകൊണ്ട് കുറച്ച് ചിക്കൻ മസാല ഇടാം. ഏത് ഇട്ടില്ല, ഇതിനൊരു കുറവ് വേണ്ട. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വഴറ്റിക്ക. ചിക്കൻ കറി ഇടാം. ഇതാകുമ്പോ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. എല്ലാവരും സൺഡേക്ക് ആയിട്ട് നാട്ടിലൊക്കെ ഇപ്പൊ ചോറ് കഴിക്കാനുള്ള സമയമാണ് ഇപ്പോഴാ. അല്ല, എന്നാലും ഞാൻ പറഞ്ഞ സൺഡേ ആകുമ്പോഴത്തേക്ക് നമ്മൾ രാവിലെ കഴിക്കേണ്ടതാണല്ലോ ഉച്ചക്ക് കഴിക്കുന്നത്. ഏത് ഉച്ചക്ക് കഴിക്കേണ്ടത് രാത്രി. ഇത്രയൊക്കെ വരുന്നാ മതി. എത്ര വേണ്ട, കൂടുതൽ വയറ്റി. അങ്ങനെ ശബ്ദങ്ങൾ കേട്ടൊന്നും പേടിക്കണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം ഒഴിയണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം. എല്ലാം തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ കേട്ടോ. എല്ലാം തീ. little more salt for taste. നമ്മുടെ കറിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതേപോലത്തെ ഒരു ചട്ടി
sorry, പാത്രം ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ 4 മുട്ട എടുക്കുന്നുണ്ട്. ഇതിനകത്ത് വെള്ളം ഒഴിക്കണ്ടേ? ഇച്ചിരി വെള്ളം. നമ്മൾ 2 പേരാണ്. 4 മുട്ട എങ്ങനെയാണുള്ള ക്വസ്റ്റ്യൻ വരും. വി ലവ് മുട്ട. ഇച്ചിരി വെള്ളം. അടച്ചു വെക്കുന്നത്. യെസ് കലാസ് ഹോസ്റ്റല് ഇങ്ങനെയൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത്. 2 വിസിൽ ഓഫ് ചെയ്തിടുക. ആവി പോകുന്നത് വരെ വിസിൽ പോകുന്നത് വരെ ഓഫ് ചെയ്തിടുക. 2 വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്തിടുക. എന്നിട്ട് എല്ലാം പോയി കഴിഞ്ഞിട്ട് തുറക്കുക. അപ്പൊ കറിയാവുമെന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ ആഫ്റ്റർ 2 വിസിൽ. തുറക്കാണിക്കടാ, നീ കോഹലിന്നത് എടുക്കടാ. ഇതാണ് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ്. ഐ തിങ്ക് ഇറ്റ്സ് ഓസം. ചൂടല്ലേ? മുട്ടക്കറിയുടെ ഒരു ഇതുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കടയിൽ നിന്ന് മുട്ടക്കറി കഴിച്ച് മഞ്ഞക്കറി. മുട്ടക്കറി എന്ന് പറഞ്ഞിട്ട് മുട്ടക്കറി എന്ന് പറഞ്ഞാൽ ചോപ്പാണ് ആയിരിക്കണം. നല്ല രീതിയിൽ വേണമെങ്കിൽ നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ എടുക്കാം. പക്ഷെ അങ്ങനല്ല, ഒന്ന് ഇത് മുട്ടയിൽ ഗ്രേവി പിടിക്കാൻ വേണ്ടി. പക്ഷെ നമുക്ക് വിശന്നിട്ട് സഹിക്കാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. പക്ഷെ സാധനം കൊള്ളാം. ഇച്ചിരി ഉപ്പിന് കുറവുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടാനാണ് ഉപ്പ്. ഇടും ഉപ്പ്. അല്ല കൊള്ളാം, സാധനം കൊള്ളാം കേട്ടോ. മറ്റേ റെസ്റ്റോറൻറ്റ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉള്ളൊരു കറി. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് നല്ല കളറ് മുട്ടക്കറിക്ക്. പറയാൻ പറ്റില്ല. സോ അപ്പൊ നമ്മൾ കഴിച്ചിട്ട് വരാം. ബൈ ബൈ.